കോഴിക്കോട് അമ്പായത്തോട് കോഴി അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് സമീപം സംഘർഷം. ഫാക്ടറി ജീവനക്കാർക്കും സമരക്കാർക്കും ഉൾപ്പെടെ പരിക്കേറ്റു. ഫ്രഷ് കട്ട് എന്ന ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മൂലം മാസങ്ങളോളമായി പ്രദേശത്ത് സമരം തുടരുകയാണ്. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒഴിയുന്നില്ലെന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും. എപ്പോഴായിരുന്നു ഈ സംഘർഷം രൂപപ്പെട്ടത്? അത് ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ അനധികൃതമായി ഈ സ്ഥാപനത്തിലേക്ക് മാലിന്യം കൊണ്ടുവരുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു. ഈ പ്രദേശത്തെ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് കമ്പനി കുറച്ചുനാൾ അടച്ചിട്ടിരുന്നു. തുടർന്ന് നവീകരണത്തിന് ശേഷം തുറന്നിട്ടും ഈ ദുർഗന്ധത്തിന്റെ പ്രശ്നം മാറാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഈ ഇതിലേക്ക് കൊണ്ടുവന്ന മാലിന്യ വണ്ടി, അതായത് ഇറച്ചി മാലിന്യ വണ്ടി തടഞ്ഞത്. തുടർന്ന് ഇനി പിന്നീട് പ്രശ്നമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ മാലിന്യ വണ്ടി അയക്കുകയായിരുന്നു. അതായത് പഴക്കം ചെന്ന അറവ് മാലിന്യം കൊണ്ടുവരുന്നതിനെയാണ് നാട്ടുകാർ എതിർക്കുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് ഇതേപോലെ വാഹനം അറവ് മാലിന്യമായി എത്തിയ വാഹനമാണ് നാട്ടുകാർ ചെന്ന് തടഞ്ഞത്. തുടർന്നാണ് ഈ അറവ് മാലിന്യ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ആളുകളും നാട്ടുകാരും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് പ്രാഥമികമായി ഇവിടെ ചില പോലീസുകാരുണ്ടായിരുന്നെങ്കിലും സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്നാണ് താമരശ്ശേരിയിൽ നിന്നും മറ്റും കൂടുതൽ പോലീസ് എത്തിയാണ് ഈ സംഘർഷത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിന്റെ ആളുകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉൾപ്പെടെ ഈ അറവ് മാലിന്യ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിലെ ആളുകൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. വരുന്ന നാളുകളിലും ഈ സംഘർഷം തുടരുമെന്ന് തന്നെയാണ് സൂചനകളുള്ളത്. ഈ പ്രാഥമികമായി ഇതിന്റെ അടിസ്ഥാനപരമായ മാലിന്യ പ്രശ്നം കൃത്യമായി പരിഹരിക്കാതെ ഇത്തരം ഫാക്ടറികൾ ഈ ജനവാസ പ്രദേശത്ത് തുടങ്ങിയതാണ് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായി ഇന്നലെ പോലീസ് വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസും ആ പ്രദേശത്തുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെയും ഈ സംരക്ഷണ സമിതിയുടെയും ഒക്കെ തീരുമാനം. പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കണം. ഈ അറവ് മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ ഉതകുന്ന രീതിയിൽ ഫാക്ടറി പ്രവർത്തിക്കാതെ അശാസ്ത്രീയമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. പഴകിയ അറവ് മാലിന്യം ഈ പ്രദേശത്ത് കൊണ്ട് സംസ്കരിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയതാണ് നാട്ടുകാർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അഖില, സംഘർഷത്തിൽ ഫാക്ടറി ജീവനക്കാർക്കും സമരക്കാർക്കും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഫ്രഷ് കട്ട് എന്ന ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം മൂലം മാസങ്ങളോളമായി പ്രദേശത്ത് സമരം തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് സംഘർഷം രൂപപ്പെട്ടത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.